അടിപൊളി ഒരു വെജിറ്റേറിയൻ ലഞ്ചാണിത്. ആദ്യം നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് ഒരു 3-3.5 ടേബിൾ സ്പൂൺ തേങ്ങ ഇങ്ങനെ ചെറിയ രീതിയിൽ ഈ ഒരു രീതിയിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്ത് കോരാനാട്ടോ. തേങ്ങയെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളി, അതൊന്ന് ചെറുതായി കീറി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് കീറിയിട്ടിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 4 എടുത്തു. 2 പച്ചമുളക് വട്ടത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ സൈസിൽ ഇതേപോലെ അരിഞ്ഞത്, ഇതിലേക്ക് ഒരു 10 കൊച്ചുള്ളി അഥവാ ചെറിയ ഉള്ളി ഇതേപോലെ വട്ടത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞുകൂടെ ഇട്ട് കൊടുക്കണം. ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് ഈ കൊച്ചുള്ളി ഒന്ന് ചുവക്കെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. തീ കൂട്ടി കരിച്ച് കളയരുത്, കറിയുടെ ടേസ്റ്റിനെ ബാധിക്കും. ഇത് നല്ലതുപോലെ ചുവക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. കുറച്ച് വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ 1 നുള്ള് കായം, അതുപോലെ 1 നുള്ള് ഉലുവാപ്പൊടി, രണ്ടും കൂടെ ചേർക്കുവാണ് കേട്ടോ. ഉലുവയും കായം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും, അതുകൊണ്ടാണ് 1 നുള്ള് വെച്ച് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പം തന്നെ എന്നാ മണമാണെന്നറിയാം. ചോറ് കഴിക്കാനേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി. അപ്പം മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ 1 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിച്ചു കൊടുക്കരുത്. അതിൻ്റെ പുളിരുചി നോക്കി അതനുസരിച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോകാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങക്കൊത്തൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഒരു 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. പാകത്തിന് ഉപ്പൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഈ ഗ്രേവി ഒന്ന് കുറുകുന്നിടം വരെ വേവിക്കണം. അപ്പം നമ്മളിത് മല്ലിപ്പൊടിയൊന്നും ചേർത്തില്ല, അല്ലാതെ തന്നെ നല്ലതായിട്ട് കുറുകി വരും കേട്ടോ. ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി കേട്ടോ. ഇനി നമുക്കിത് അടപ്പൊന്ന് മാറ്റാം. അപ്പം നല്ലതുപോലെ ഗ്രേവി കണ്ടോ കുറുകി വരുന്ന കണ്ടോ. ഇനി ഇത് കുറച്ചുകൂടെ കുറുകും കേട്ടോ. വളരെ ഗ്രേവി നല്ലതുപോലെ കുറുകിപ്പോവും. അപ്പോൾ ഇത് മതി. നമുക്കിവിടെ തീ ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ ഉപ്പും എരിവും അതുപോലെ പുളിരുചിയൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. പുളിരുചി കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഞാൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ലേശ ശർക്കരയുടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഇഞ്ചിക്കറിക്ക് ഇച്ചിരി ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ അതായത് കിടന്നങ്ങ് അലിഞ്ഞോളും. ഇത് ഏത് ലഞ്ച് ഉണ്ടാക്കുമ്പോഴും ഇത് ആദ്യമേ തയ്യാറാക്കി അങ്ങ് മാറ്റി വെക്കണം. ഇതിരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ കൂടി വരുത്തേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കി മാറ്റി വെക്കുക. അപ്പോൾ അടുത്ത് നമുക്ക് വാഴയ്ക്ക കറി ഉണ്ടാക്കാം. ഞാനിവിടെ 2 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ വാഴയ്ക്കയാണെങ്കിൽ തൊലിയെല്ലാം കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ കറയൊക്കെ പോയതിന് ശേഷമാണ് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത്. അത് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇത് പക്ഷേ ഉണ്ടല്ലോ ഞാൻ ചെയ്യുന്നത് കുക്കറിൽ പെട്ടെന്ന് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കായും ഇതേപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂണോളം
കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്, എരിവില്ലാത്ത മുളക് പൊടി. പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് കീറിയത് കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് കുക്കർ അടച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് 2 വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം. ഞാനിത് 2 വിസിലടിച്ച് ഓഫാക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പം സ്റ്റീമൊക്കെ പോയി ഞാനിത് തുറക്കുവാണ്. ഇനി ഞാനതൊന്ന് ഉടച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഇത് തവിയുടെ ബാക്ക് സൈഡ് വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. വേണമെങ്കിൽ എല്ലാം ഉടച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉടച്ചു കൊടുത്താൽ മതി. രണ്ടായാലും നല്ല ടേസ്റ്റുള്ള കറിയാണ്. തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പെന്ന് പറയുമ്പം ഒരു 1/4 കൈപ്പിടി തേങ്ങയിൽ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും അഥവാ നല്ല ജീരകവും, ഒരു 3 അല്ലി വെളുത്തുള്ളിയും 1 അല്ലി കൊച്ചുള്ളിയും കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്താണ്. ഞാൻ ഈ അരപ്പ് കഴുകി ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്തായാലും ഇത് കുറുകും കേട്ടോ. തണുക്കുമ്പോൾ ഈ കറി നല്ലതുപോലെ കുറുകും. പിന്നെ നമുക്ക് ഗ്രേവിയായിട്ടേ ഒഴിച്ചേറിയല്ലേ കാണത്തില്ല. നിങ്ങൾ വെള്ളം ഇതിനകത്ത് കുറഞ്ഞു പോയെങ്കിൽ ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇതിൽ ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. ഇനി ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. തേങ്ങ ഒന്ന് ചൂടായി തിളയ്ക്കാൻ തുടങ്ങുന്ന പരുവത്തിൽ നമുക്കിത് ഓഫാക്കണം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ചിടാം. 1 തണ്ട് കറിവേപ്പില, 4 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2.5 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സത്യം പറയാലോ, ഒരു 1.5 കറിയാണിത്. ഇതിൻ്റെ ടേസ്റ്റ് ഇത് ഉണ്ടാക്കി നോക്കിയൊക്കെ എല്ലാം അറിയാം. നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഉപ്പ്, എരിവ് എല്ലാം കറക്റ്റാണ്. ഈ ഒരു വറ്റൽമുളകിൽ നിന്നൊക്കെ എരിവ് വേണമെങ്കിൽ ഈ കറിയിൽ ഇറങ്ങിക്കോളും. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫാക്കണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറുകിപ്പോവും. അപ്പോൾ കുറച്ച് ഗ്രേവി കട്ടി കുറവാണല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. തണുത്ത് കഴിയുമ്പോൾ ഗ്രേവിയൊക്കെ കറക്റ്റ് വരുമായിക്കോളും. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് ഞാൻ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനൊരു വലിയ സവാളയുടെ നേരെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കൈപ്പിടിയോളം തേങ്ങ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാനൊരു 3 പച്ചമുളക് കൂടെ ഇതേപോലെ അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് കീറിയിട്ടേക്കുന്നത്. കാരണം ഈ തോരൻ്റെയൊക്കെ ഇടയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കടിക്കും കേട്ടോ. പിന്നെ 1 തണ്ട് കറിവേപ്പില, 1 നുള്ള മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കൈ കൊണ്ടങ്ങ് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഒരു മൺചട്ടി വെച്ചു. ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുകിടുക. 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു. 1 തണ്ട് കറിവേപ്പില, 2 കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്. ഇത് കൊച്ചുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ, കടുക് താളിക്കുന്ന പോലെ. 3 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർക്കുവാണേ. അത് ഈ ബീട്രൂട്ടിൻ്റെ ഒരു മധുരം കുറയ്ക്കാൻ വേണ്ടി ഇച്ചിരി പച്ചമുളക് കൂട്ടിയിടുക, കുരുമുളക് ചേർക്കുക, അതൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല, ബീട്രൂട്ടിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ അടച്ച് വെച്ച് ചെറിയ തീയിലാണ് വേവിക്കുന്നത്. തൽക്കാലം എല്ലാം ഒന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ നടുക്കോട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിക്കാം. നമ്മളിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കിനി ഇത് അടപ്പ് മാറ്റാമേ. അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി. നമ്മളിത് അടപ്പ് മാറ്റി. ഞാൻ 1/2 കപ്പ് വൻപയർ എടുത്തിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുത്. ആ പയർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഈ പയർ ഈ ബീട്രൂട്ടിലൊന്ന് മിക്സ് ആവാൻ വേണ്ടി ആ ഒരു നമ്മൾ ചേർത്തിരിക്കുന്ന ആ എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഞാനിത് തുറന്ന് വെച്ചു. ഇനി ഇത് കുറച്ച് തീ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ നനവ് ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഇപ്പം നല്ലതുപോലെ പയറൊക്കെ മിക്സ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായി. നല്ല രസമാണ് ഈ തോരൻ കാണാൻ, നല്ല ടേസ്റ്റുമാണ്. ബീട്രൂട്ട് കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ബീട്രൂട്ട് തോരൻ ഞാനിപ്പോൾ 2-3 ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ തോരൻ റെഡിയായി. തീ ഓഫാക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് ചോറ് വിളമ്പി, ഇഞ്ചിപ്പുളി വിളമ്പി, ഇനി അതുപോലെ നമ്മുടെ ബീട്രൂട്ട് വൻപയർ തോരൻ. അടിപൊളി ഒരു വെജിറ്റേറിയൻ ലഞ്ചാണിത്. ഇതിൻ്റെ അകത്ത് പപ്പടവും കൂടെ വേണം. ഈ ഒരു വാഴയ്ക്ക കറി അല്ലെങ്കിൽ വാഴയ്ക്ക എരിശ്ശേരി ഉള്ളപ്പോഴേ ഒരു പപ്പടവും കൂടെ ഇതിൻ്റെ കൂടെ ആവശ്യമാണ് കേട്ടോ. അപ്പം ഞാൻ പപ്പടം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് വെക്കാഞ്ഞത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പപ്പടവും കൂടെ ഉണ്ടാക്കിക്കോണം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഒരു നോൺ വെജ് ലഞ്ചിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ചാർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു അച്ചാറും കൂടെ ഇതിനകത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ഈ ലഞ്ച് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.